ശരി, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ. ശ്രദ്ധിക്കുക, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് x²-9 ഡിവൈഡഡ് ബൈ x-3. നമ്മൾ നേരത്തെ 2 ടേബിൾസ് നോട്ട് ചെയ്തു. ആ 2 ടേബിളും കൂടെ ഞാൻ ഒന്നിച്ചാക്കുക എന്ന് പറയുമ്പോഴേ നോക്കി, ആദ്യം നമ്മൾ എഴുതിയ ടേബിൾ ഇത്രയാണ്, പിന്നെ എഴുതിയ ടേബിൾ ഇത് ഇങ്ങനെയായിരുന്നു. അത് തിരിച്ചാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സിൻ്റെ വാല്യൂ ഞാൻ നോക്കി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോയാൽ, അതല്ലെങ്കിൽ ഞാനിത് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചാൽ ഈ വിരളെന്ന് പറയുന്നത് എക്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷന് നമ്മൾ എന്ത് പറയും? എക്സ് 3 പോകുന്നു. ഞാൻ നൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? 3 വരുന്നു എന്ന് പറയുന്നില്ല, എക്സിൻ്റെ വാല്യൂ 3 വരുന്നു. നമ്മളതിനെ സാധാരണ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടെൻസ് ടു 3 ഈക്വൽ ടു 3. 2 ടെൻസ് ടു 3. എൻ്റെ വിരൽ നോക്കി, എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആക്ച്വലി 6 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. വിരൽ നോക്കി, എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 വരികയായിരുന്നു. പക്ഷേ 6 കിട്ടുന്നുണ്ടോ? ഇല്ല. ആ 6 എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 വരുന്നു എന്ന് പറയുമ്പോൾ ആക്ച്വലി ദാറ്റ് 6 ഈസ് എസ്കേപ്ഡ് ഫ്രം ദ ടേബിൾ. വരേണ്ട വാല്യൂ ഏതാ? 6 ആണ്. ആ 6 നമ്മൾ ഈ ടേബിളിൽ നിന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ചെയ്തു. എസ്കേപ്പ് ചെയ്താൽ ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 പോകുന്നു. പക്ഷേ എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ആ 6 എന്ന് പറയുന്ന വാല്യൂ ആക്ച്വലി ഈ കാണുന്ന ടേബിളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയി. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ, ദാറ്റ് ഈസ് വെൻ എക്സ് ടെൻസ് ടു 3, ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ടെൻസ് ടു 6. ടെൻസ് ടു ഈക്വൽ ടു അല്ല. അതാണ് ഈ വിരൽ പോകുന്നതാണ് ടെൻസ് ടു. അവിടെ തന്നെ വിരൽ വരുന്നതാണ് ടെൻസ് ടു. എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ആക്ച്വലി ഫ്രം ദ ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ടെൻസ് ടു 6. ടെൻസ് ടു 6 എന്നാണ് പറയുന്നത്, 6 അല്ല. 6 വരികയായിരുന്നു. ബട്ട് ദാറ്റ് 6 ഈസ് ആക്ച്വലി എസ്കേപ്ഡ് ഫ്രം ദ ടേബിൾ. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ when x tends to 3 is equal to 6. ഇവിടെ പലരും ഒരു പ്രത്യേക ഡെഫിനിഷൻസ് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ: ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈക്വൽ ടു എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തി ഇല്ല. വേറെ സിമ്പൽ ഇല്ലാത്തതുകൊണ്ട് നിവർത്തിയോടുകൊണ്ട് കൊടുത്തുപോയി. ഇതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താ? എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ ഫംഗ്ഷൻ 6 അപ്രോച്ച് ചെയ്യുന്നു. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് എക്സ് ഈക്വൽ ടു 6. അല്ലാതെ എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 ആണ് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഞാൻ പറഞ്ഞ വാല്യൂ ഒന്നുകൂടെ പറയാം. എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 വരികയായിരുന്നു. ശരിയല്ലേ? ആണ്. പക്ഷെ 6 വരുന്നുണ്ടോ? 6 വരികയായിരുന്നു. ആ 6 എന്ത് ചെയ്തു പോയി? ഈ ടേബിളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയി. നമ്മൾ നോക്കുമ്പോൾ എക്സ് നമ്മൾ 3 വന്നിട്ട് 3 നോക്കിയപ്പോൾ അവിടെ 6 കാണാനില്ല. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആളെ 6 ആയിരുന്നു, ആ 6 കാണാനില്ല. 6 എന്ത് ചെയ്തു പോയി? എസ്കേപ്പ് ചെയ്തു പോയി. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ. എപ്പോൾ? വെൻ എക്സ് ടെൻസ് ടു 3. അപ്പോൾ ഇത് രണ്ടും ഒന്ന്. എക്സ് ടെൻസ് ടു 3, ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ടെൻസ് ടു 6. എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 പോകുന്നു. അതേ മീനിങ്ങേ ഉള്ളൂ ഇവിടെ.
ആ 6 എന്ത് ചെയ്തു പോയി? എസ്കേപ്പ് ചെയ്തു പോയി. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് എ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. എപ്പോ? വെൻ എക്സ് ടെൻസ് ടു 3 ഈസ് ഈക്വൽ ടു 6. അവിടെ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? എവനാണ് എസ്കേപ്പ് ചെയ്തത്. അപ്പോൾ ലിമിറ്റ് എഫ് എക്സ് ടെൻസ് ടു 3 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ടു ഒരു മീനിങ് പറയരുത്. പിന്നെ എന്ത് പറയണം? എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 പോകുന്നു. അപ്പം നമ്മളിത് മാറ്റിയിട്ട് ഞാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഓഫ് എഫ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ എൽ എന്നെഴുതിയാൽ വാട്ട് യു മീൻ? എക്സിൻ്റെ വാല്യൂ എയിലോട്ട് പോകുന്നു. എ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലിലോട്ട് പോകുന്നു, എല്ലിനെ അപ്രോച്ച് ചെയ്യുന്നു. പക്ഷേ എൽ ടേബിളിനകത്തുണ്ടോ? ഇല്ല. ഇതാണ് എസ്കേപ്ഡ് വാല്യൂ. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഇസ് കോൾഡ് എ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ദാറ്റ്സ് എ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്സ്. അപ്പം ഞാനിനി ഏത് വലിയ ക്വസ്റ്റ്യൻ ചെയ്താലും ചെറിയ ക്വസ്റ്റ്യൻ ചെയ്താലും അവിടെ ഞാൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സെൻസ് മാത്രമേ കൊടുക്കാവൂ. കാര്യം എന്താണ്? ലിമിറ്റ് എഫ് എക്സ് ടെൻസ് 3 6 എന്ന് പറഞ്ഞാൽ മീനിങ് എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 6 ആണ്. അങ്ങനെ പറയാൻ പാടില്ല, തെറ്റ്. പിന്നെന്താ പറയേണ്ടത്? എക്സിൻ്റെ വാല്യൂ 3 പോകുമ്പോൾ ഫംഗ്ഷൻ 6 പോവുകയായിരുന്നു. നമ്മളെ പ്രതീക്ഷിച്ച ആളാണ് 6 എന്ന് പറയുന്നത്. പക്ഷെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ 6 ഇല്ല. 6 എന്ത് ചെയ്തു? ആ വാക്ക് ശ്രദ്ധിക്കുക. 6 ഈസ് എസ്കേപ്ഡ് ഫ്രം ദ ടേബിൾ. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ഈസ് കോൾഡ് limit of the function when x tends to 3. This is the escaped value. That is called a limit of the function. That's a basic concept of limit of a function. നമ്മൾ സിമ്പിൾ ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഓഫ് എഫ് എക്സ് ഈക്വൽ ടു എൽ. ഇവിടെ നമുക്ക് എഫ് എക്സ് അറിഞ്ഞുകൂടാ, എ അറിഞ്ഞുകൂടാ, എൽ അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ മീനിങ് കൊടുക്കേണ്ടത് എന്താണ്? എക്സിൻ്റെ വാല്യൂ എ എന്ന് പറയുന്ന നമ്പറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലിന് നമ്മൾ പ്രതീക്ഷിച്ച് പോയി. എൽ അവിടെ കാണാനില്ല, എൽ എസ്കേപ്പ് ചെയ്തു. ദാറ്റ് എസ്കേപ്ഡ് വാല്യൂ ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ്. ഇതാണ് അതിൻ്റെ ഐഡിയ. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരാം. അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകുന്നില്ല. അതായത് എല്ലാത്തിനും നമുക്ക് മാത്സ് നമ്മൾ ഏത് ചാപ്റ്റർ പഠിപ്പിച്ചാലും ലഘുവായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതിന് ഞാൻ രസകരമായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. വെറും ഒരു മതിലാണ്. ഏതാണ്? ഒരു വൻ മതിലൊന്നുമല്ല അത്. ഒരു കമ്പി കൊണ്ട് ഇങ്ങനെ കെട്ടിയ ഒരു മതിൽ, ഒരു വേലി എന്ന് പറയാം. ഇതാണ് ഇന്ത്യ, ഇതാണ് പാകിസ്ഥാൻ. ഒരാൾ ദാ ഇവിടെ നിൽക്കുന്നു. നമ്മൾ പറയും അയാൾ ഇന്ത്യയിൽ നിൽക്കുന്നു. ഒരാൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ എനിക്ക് പറയാൻ പറ്റും. ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരാൾ ഇന്ത്യയിൽ നിൽക്കുന്നു. എക്സിൻ്റെ വാല്യൂ 2.1, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ 5.1. അതേ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? എക്സിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കൊടുത്തത് 2 ആയിരുന്നു. 2 കൊടുത്തപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ വിൽ ബി 5. പിന്നെ ഇൻക്രിമെൻ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റ് വരും. ഇനി ഇയാൾ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എക്സിൻ്റെ വാല്യൂ 2 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 5. ഇയാൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നു. അതാണ് 2.1. ഇയാൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നാലോ എന്ന് പറയുന്നത് ഈ പൊസിഷൻ. അവിടെയും അതിന് വാല്യൂ ഉണ്ട്. ഇയാൾ എവിടെ നിൽക്കുന്നു? ഇയാൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്നു. അതേസമയം ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നു. ഇതാണ് 4 എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ഫംഗ്ഷന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്നാലോ നമ്മളെന്ത് പറയും? അയാൾ പാകിസ്ഥാനിൽ നിൽക്കുന്നു. അതാണത്. അതിന് വാല്യൂ ഉണ്ട്. എന്നാൽ ഇയാൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി വന്നാലോ എന്ന് പറഞ്ഞാൽ കുറയുന്നു. അപ്പോൾ ഇയാളിത് ഇവിടെ എത്തി. അപ്പോഴും ഇയാൾ പാകിസ്ഥാനില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിന് വാല്യൂ ഉണ്ടെന്നാണ്. ശരി, ഇയാൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇയാൾ ഇവിടെ എത്തി. അപ്പോഴും വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ആളെ കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറി വരും. അപ്പോഴും അയാളുടെ പൊസിഷനുണ്ട്. ഇവിടെ നിൽക്കുന്നു പാകിസ്ഥാനിൽ. അപ്പോൾ ഒരാളെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എവിടെ നിൽക്കുന്നു അതാണ് ഇതിൻ്റെ മീനിങ്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ വന്നു, ഇന്ത്യയിലാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ വന്നു, ഇന്ത്യയിലാണ്. അയാൾ അവിടെ നിൽക്കുന്നു, പാകിസ്ഥാനിലാണ്. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്നു, പാകിസ്ഥാനിലാണ്. കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്നു, പാകിസ്ഥാനിലാണ്. ഇതാ ഒരാൾ ഇവിടെ വന്ന്. അതാണ് 2.9. അതായത് ഈ കമ്പി വേലിയിൽ അടുത്തായിട്ട് ഇയാൾ നിൽക്കുന്നു.
അപ്പോഴും പൊസിഷനുണ്ട്. 2.9 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 5.9. അപ്പോൾ ഒരാൾ ഇവിടെ നിന്നാലോ അയാൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്, വാല്യൂ ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളെന്ത് ചെയ്യുന്നു, ഈ കമ്പി വേലിയുടെ അടുത്ത് നിൽക്കും, ഇവിടെ നിൽക്കും, അപ്പോഴും അയാൾക്കൊരു വാല്യൂ ഉണ്ട്. അയാൾ എവിടെ നിൽക്കുന്നു, അയാൾ പാകിസ്ഥാനിൽ നിൽക്കുന്നു. എൻ്റെ ചോദ്യം, ഇതിലാരെങ്കിലും ഒരാൾ ഈ കമ്പി വേലിയുടെ പുറത്ത് കയറിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ, ഇയാൾ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തമായ ആൻസർ എന്താണ്? നിങ്ങൾ പറയേണ്ടത്രേ ഉള്ളൂ, ഇയാൾ കമ്പി വേലിയിലിരിക്കുന്നു. അതല്ലാതെ വേറൊരു ആൻസർ ഇല്ല. അയാൾ ഇന്ത്യയിലും അല്ല പാകിസ്ഥാനിലും അല്ല. അയാൾ കമ്പി വേലിയിലിരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് അയാൾ ഇരിക്കുന്ന പൊസിഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാണ് X3 എന്ന് പറഞ്ഞാൽ അയാൾ കമ്പി വേലി കയറിയിരിക്കുന്നു. എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഇന്ത്യയാണോ പാകിസ്ഥാനോ എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറയേണ്ടത് അങ്ങനെ കമ്പി വേലിയിലിരിക്കുന്നു പറയുന്നതാണ് കറക്റ്റ്. പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെന്ത് പറയാം, ഇയാൾ ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ ലിമിറ്റിൽ കയറിയിരിക്കുന്നു എന്നേ പറയാവൂ. അവിടെ വാല്യൂ ഉണ്ടോ? ഇല്ല. ഇവിടെ വാല്യൂ ഉണ്ടായിരുന്നു. ഇയാൾ ഇവിടെ വന്നപ്പോൾ അയാൾ പാകിസ്ഥാനിലാണ്, ഇയാൾ ഇവിടെ വന്നപ്പോൾ ഇയാൾ ഇന്ത്യയിലാണ്. ഇതിൽ ഏതെങ്കിലും ഒരാളെ കമ്പി വേലിയുടെ പുറത്ത് കയറിയിരുന്നാൽ അയാൾ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പിന്നെ എന്ത് പറയണം, അയാൾ കമ്പി വേലിയുടെ പുറത്ത് കയറിയിരിക്കും എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാൻ ഒക്കില്ല. പക്ഷെ നമ്മൾ കമ്പി വേലിയുടെ പുറത്തിരിക്കുന്നു പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പറയേണ്ടത് അയാൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരിധിയിൽ കയറിയിരിക്കുന്നു, അതിർത്തിയിൽ കയറിയിരിക്കുന്നു, ലിമിറ്റിൽ കയറിയിരിക്കുന്നു. ദാറ്റ്സ് എ കോൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്സ്. അപ്പോൾ കുറച്ചുകൂടെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇയാൾ കമ്പി വേലിയിൽ ഇരിക്കുമ്പോൾ ഇയാളുടെ പൊസിഷൻ പറയാൻ പറ്റുന്നില്ല. എക്സിൻ്റെ വാല്യൂ 3 വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ലിമിറ്റ് പറയേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോകണം. ഇതിൻ്റെ കുറച്ചുകൂടി നമ്മൾ പോകും തോറും ഡീപ്പായിട്ട് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു സ്റ്റേജിലോട്ട് നമ്മൾ പോകും.